എൻ്റെ പേര് സൂസമ്മ ലാലപ്പൻ. ഇതെൻ്റെ ഹസ്ബൻഡ് ലാലപ്പൻ. മൈനാപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. മലങ്കര സിറിയൻ കാത്തലിക്, സെൻറ്റ് തോമസ് മലങ്കര സിറിയൻ കാത്തലിക് മൈനാപ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ്. 2020 എനിക്ക് ഉടമ്പടിയിൽ ഒരു കൃപാസനം പത്രം കിട്ടിയിരുന്നു. ആ പത്രം ഞാൻ നോക്കിയിട്ടില്ല. നോക്കാതെ ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവന്നു, അതുപോലെ അവിടെ വെച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോയ വഴിക്കാണ് എനിക്ക് കിട്ടിയതെന്ന് തോന്നുന്നു. പക്ഷേ അത് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അത് ഞാൻ റൂമിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ടേബിളിൽ തന്നെ ഞാൻ വെച്ചിരിക്കുമായിരുന്നു. 2022 ജൂലൈ എനിക്ക് സുഖമില്ലാതെ വന്നു. ഞാനങ്ങനെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അവിടെ എന്നോട് പറഞ്ഞു അവിടെ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ എനിക്ക് ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ ഉടമ്പടി പത്രം എടുത്ത് പ്രാർത്ഥിച്ചു. കണ്ണുനീരോടുകൂടി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. കൃപാസന ഉടമ്പടി പത്രം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ റിപ്പോർട്ടെല്ലാം നോർമലാക്കി തന്ന് എന്നെ തിരിച്ചെന്നെ കുവൈറ്റിൽ തന്നെ ഇറക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ 28 തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി പത്രവും തൈലവും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെന്നു തൈലം പുരട്ടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഉപ്പും കഴിച്ചുകൊണ്ട് ഞാൻ പോകുമായിരുന്നു. അവിടെ ചെന്ന് ഞാൻ 9ഓളം ഹോസ്പിറ്റലിൽ ഞാൻ ചെക്ക് ചെയ്തു. എൻ്റെ റിപ്പോർട്ടുകളെല്ലാം നോർമലാക്കി എന്നെ അമ്മ തിരിച്ച് കുവൈറ്റിലെത്തിച്ചു. തിരിച്ച് രണ്ടാമതും ഞാൻ ഉടമ്പടിയിൽ തന്നെ ഞാൻ ജീവിക്കുന്നത്. ഇന്നും ഉടമ്പടിയിൽ തന്നെയാണ്. അതുപോലെ രണ്ടാമത് എനിക്ക് ത്രോട്ടിന് ക്യാൻസർ വന്നു. കുവൈറ്റിൽ വെച്ച് തന്നെയാണ് ക്യാൻസർ രണ്ടാമതും എനിക്ക് സ്ഥിരീകരിക്കുന്നത്. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ നാട്ടിൽ പോവുക, ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ അന്ന് തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ തിരിച്ചിവിടെ വന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പോസിറ്റീവാണ് റിസൾട്ടെല്ലാം. അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്നു. എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു, ഉപ്പ് കഴിച്ചു, എണ്ണ ഞാൻ എൻ്റെ ത്രോട്ടിൽ തേച്ചു. അതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി വസ്തുക്കളുടെ ഭാഗമായി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് ആ റിപ്പോർട്ട് എനിക്ക് നോർമലായിട്ട് തന്നെ വന്നു. തിരിച്ച് ഞാൻ വീണ്ടും പോയിട്ട് തിരിച്ചെനിക്ക് CA സർവൈക്സ് ആയിരുന്നു കണ്ടത്. അത് തിരിച്ച് ഞാൻ അതുപോലെ തന്നെ അന്ന് തന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ തിരിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്ന് ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് വീണ്ടും അത് പോസിറ്റീവ് തന്നെ കാണിച്ചു. അങ്ങനെ തിരിച്ചെന്നെ RCCയിലോട്ട് വിട്ടു. RCCയിൽ നിന്ന് തിരിച്ച് ഞാൻ പരിമല ഹോസ്പിറ്റലിൽ വന്നു. അവിടുന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെയും എനിക്ക് എൻ്റെ ബയോപ്സി റിപ്പോർട്ട് എനിക്ക് നോർമലായി തന്നെ തന്നു. എനിക്ക് റേഡിയേഷനോ കീമോയോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ എൻ്റെ റിപ്പോർട്ടെല്ലാം എനിക്ക് നോർമലാക്കി എൻ്റെ അമ്മ തന്നു. കാരണം ഞാൻ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോയി. ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എവിടെ പോയാലും എപ്പോൾ ഞാൻ പോയാലും ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഉടമ്പടി തൈലം എൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഉടമ്പടി തൈലം എൻ്റെ വയറ്റത്തും ശരീരത്തും എല്ലാം തേച്ചും കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. തിരിച്ച് എനിക്ക് എൻ്റെ വിസ ക്യാൻസലായി. വിസ എനിക്ക് അടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നും അങ്ങനെ ഭയങ്കര വിഷയമായി. 5 മാസം എനിക്ക് വിസ റിന്യൂ ചെയ്ത് കിട്ടി. 6ാമത്തെ മാസം എന്നോട് പറഞ്ഞു ഇവിടുന്ന് പോയെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, ഇവിടെ കരിമ്പട്ടികയിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല, നാട് ഒരിക്കലും എനിക്ക് കാണാൻ പറ്റുകയില്ല എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് പുള്ളി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ജനുവരി 28, 2026 ഞാൻ നാട്ടിലിറങ്ങി. അപ്പോൾ എനിക്കറിയാമായിരുന്നു എനിക്ക് തിരിച്ചൊന്ന് കയറാൻ പറ്റില്ല എന്ന്. കാര്യം എനിക്ക് ഏജ് ഓവറായത് കാരണം കൊണ്ട് എൻ്റെ മെഡിക്കൽ ഒരിക്കലും ഫിറ്റാകില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. എങ്കിലും ഞാൻ വീണ്ടും എനിക്ക് വിസ കിട്ടി. ഞാൻ മെഡിക്കൽ ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് മെഡിക്കൽ അൺഫിറ്റായിരുന്നു. എക്സ്റേക്കകത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഫൈബ്രോസ് ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം കുവൈറ്റ് മെഡിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫ് മെഡിക്കലാണ്, നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയും അച്ഛൻ്റെ പ്രാർത്ഥിച്ചു. 2 പ്രാവശ്യം ഞാൻ മെഡിക്കലിൽ 2 പ്രാവശ്യം അൺഫിറ്റായി. 3ാമത്തെ പ്രാവശ്യം മെഡിക്കലിന് പോകേണ്ടതിന് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു വിശ്വാസമായിരുന്നു അച്ഛൻ എൻ്റെ മേൽ എനിക്ക് കൈവെപ്പ് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ആ കാശ് രൂപ ഇട്ടുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മെഡിക്കൽ ഫിറ്റാകുമെന്നുള്ളത്. ഞാൻ ഈ അൾത്താരയിൽ കയറി നിന്നു. ആ സമയത്ത് അമ്മ എനിക്കൊരു ഡേറ്റ് തന്നു, 1 എന്നുള്ളൊരു ഡേറ്റ്. 1-ാം തീയതി നിൻ്റെ മെഡിക്കൽ ഫിറ്റാകും, നിനക്ക് കയറി പോകാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ തിരിച്ച് ഞാനിവിടെ കൈവെപ്പ് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഒരു കൊച്ച് അമ്മ ഈ നീല വസ്ത്രം ഇട്ടും കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ ഒരു പത്രം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പത്രം കൊടുത്തു.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് എണ്ണ ചോദിച്ചു. ഉടമ്പടി തൈലം എനിക്ക് കൊടുക്കാനായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ചേച്ചിക്ക് ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ഇവിടുന്ന് എണ്ണയോ ഉപ്പും പിന്നെ തേൻ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് തേൻ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തേൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞ് പൈസ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പോയി വീട്ടിൽ ചെന്ന് ഞാൻ പിറ്റേന്ന് ഞാൻ മെഡിക്കലിന് പോയി. 1-ാം തീയതി ഞാൻ മെഡിക്കലിന് പോയി. ആ മെഡിക്കൽ എനിക്ക് ഫിറ്റായി. ഞാൻ വിസ സ്റ്റാമ്പിങ്ങിനും കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം നാളെയോ മറ്റന്നാളോ എനിക്ക് എൻ്റെ വിസ കിട്ടും, ഞാൻ കയറി പോവുകയും ചെയ്യും. ദൈവം ഇപ്പം ഞാൻ ഇത്രയും എന്നെ അനുഗ്രഹിച്ച എൻ്റെ മാതാവാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടിയെടുത്തു. ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്ക് ഇത്രയെല്ലാം എൻ്റെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നത്. പത്രം വാങ്ങിച്ചിട്ട് ഞാൻ മൂന്ന് സ്ഥലത്തേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തു. എറണാകുളം വരെ റെയിൽവേ സ്റ്റേഷൻ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ഈ 3 ദിവസം കൊണ്ട് ആ 3 പേർക്കിട്ട പത്രവും ഞാൻ തീർത്തു. ഒരിടത്ത് പത്രം കൊടുത്തപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ ഇതിൽ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നോട് ഒരുപാട് ബൈബിളിലെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പിന്നെ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു വീട് വെച്ച് അതിനെ അവിടെ 14-ാം തീയതി അതിനെ പാലുകാച്ചി നടത്തി അതിനെ അവിടെ താമസിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് എൻ്റെ മുന്നിൽ കൈ നീട്ടുന്ന ഒരാളെ ഞാൻ ഇന്നുവരെയും കൈവിട്ടിട്ടില്ല. അവർക്ക് എന്തെങ്കിലും എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ 15 ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയിലും ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. ഞായറാഴ്ചയിൽ ഞാൻ കുർബാനയിൽ പങ്കുചേരുന്നു. ജപമാല ചൊല്ലാറുണ്ട്. ഒരു ദിവസം ഞാൻ 101 ജപമാലയൊക്കെ ചൊല്ലിയ ദിവസങ്ങളുണ്ട്. അന്ന് ഞങ്ങളുടെ കുവൈറ്റിലെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തപ്പോൾ ബാബുചേട്ടൻ എന്നോട് ചോദിച്ചു, സിസ്റ്റർ ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇത് ജപമാല ചൊല്ലുന്നത് എന്ന്. പക്ഷേ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ 101, 110 ജപമാലയൊക്കെ ചൊല്ലിയ ദിവസങ്ങളുണ്ട്. കാര്യം എനിക്ക് അതുപോലെ ഞാൻ ജപമാല ചൊല്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ജപമാല ചൊല്ലിച്ചത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഈ ഉടമ്പടി തൈലം എല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ബാക്കി പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറയും. എൻ്റെ പേര് ലാലപ്പൻ, ഞാൻ ശാസ്താംകോട്ടയിൽ നിന്നാണ്. എൻ്റെ വൈഫിൻ്റെ പ്രോബ്ലം എല്ലാവരും പറഞ്ഞ് മനസ്സിലായി. പക്ഷേ എങ്കിൽ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു. ഞാനിവിടെ ഉടമ്പടിയൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയും ഇവിടെ വന്ന് ഒരുപാട് സാക്ഷ്യങ്ങളുമായിട്ട് എന്നെ ഇവിടെ വരുവാൻ ഇനിയും അനുഗ്രഹിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാവരും ഇവിടെ വന്ന് ഇരുന്നിട്ടുള്ള എന്നോട് പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കുമ്പോഴൊക്കെ എല്ലാവരും എന്നോട് പറയും ഞാൻ ഈ പത്രം കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞാൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അതിനകത്ത് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. എൻ്റെ സാക്ഷ്യം തന്നെ വലിയൊരു സാക്ഷ്യമാണ്. എനിക്ക് 3 പ്രാവശ്യം ക്യാൻസർ വന്നിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമാണ് എൻ്റെ അസുഖങ്ങളെല്ലാം മാറിയത്. അത് കാരണം കൊണ്ട് നിങ്ങളും ചെന്നിട്ട് അതുപോലെ ഉടമ്പടി എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഒരു കടുകുമണിയോളം നമ്മൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അവിടെ അനുഗ്രഹിക്കും. ഞാൻ ഉറച്ചൊരു വിശ്വാസിയാണ് അതിൻ്റെ അകത്ത്. കാര്യം ഇവിടെ വന്ന് എനിക്ക് ഇത്രയെല്ലാം മാറ്റിത്തന്ന എൻ്റെ പരിശുദ്ധ ദൈവമാതാവിനും ദൈവകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എന്നാൽ ഇപ്പോൾ ധൈര്യമായിരിക്കണമെന്നും നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. കപ്പൽ തകർന്നു പോകുന്നതല്ലാതെ നിങ്ങൾക്കാർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 27-22 വചനമാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. വീണ്ടും തളരാതെ രോഗങ്ങൾ വന്നാലും ഞാൻ പറയുന്ന വചനം കേട്ടതുപോലെ കപ്പൽ തകർന്നു പോകുന്നതല്ലാതെ നിങ്ങൾക്ക് ആർക്കും ജീവഹാനി സംഭവിക്കുകയില്ല എന്നുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തളർന്ന സാഹചര്യങ്ങൾ വരാം. പക്ഷെങ്കിൽ നമ്മളൊരിക്കലും തകർക്കില്ല, നമ്മൾ തളർന്നു പോകില്ല. നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം നമ്മൾ ഉടമ്പടിയിലാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ ആ സാന്നിധ്യമാണ്. സങ്കീർത്തനം 41:3 പറയുന്നത്, കർത്താവ് അവൻ്റെ രോഗശൈലിയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ആ രോഗശാന്തി നൽകുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ സൗഖ്യദാതാവിൻ്റെ കരങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ ഉടമ്പടിയിലൂടെ നമ്മെ ചേർത്ത് വയ്ക്കുന്നത്. ആ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കെന്തിനു ഭയപ്പെടണം? മർക്കോസിൻ്റെ സുവിശേഷം 5:34 പറയുന്നത്, മകളെ നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി സമാധാനത്തോടെ പോവുക എന്നാണ്. ആ സമാധാനത്തോടെയാണ് നാം കണ്ണീരോടെയാണ് ഈ ആലയത്തിൽ വരുന്നത്, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ. പക്ഷെങ്കിൽ
നമ്മുടെ വിശ്വാസമാണ് നമ്മെ സുഖപ്പെടുത്തുന്നത്. നമ്മുടെ അമ്മ കൂടെയുണ്ട്. കൃപാസനം അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. നമുക്കിവിടെ നിന്ന് നമ്മുടെ കണ്ണീര് ഒപ്പി സമാധാനത്തോടെ പോകുന്ന ഒരിടമാണ് കൃപാസന സന്നിധി. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്കും ആ കൃപയെ അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിൽ ഭയപ്പെടാതെ നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ആ സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ടും ഉടമ്പടിയിൽ നിലനിൽക്കാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാസനം അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. സൂസമ്മയ്ക്കും അത് തന്നെയല്ല, വിസയുടെ കാര്യം അതുപോലെ തന്നെയാണ്. ഈ മകൾ പറഞ്ഞത് വിസ അത് പുതുക്കാനായിട്ട് ചെന്നപ്പോഴത്തേനും കിട്ടുന്നില്ല. മെഡിക്കലിന് പോയപ്പോഴും അവിടെയും പ്രശ്നങ്ങളാണ്. പക്ഷേ അവിടെയും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹമാണ്, നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാണ് നാം കാണുന്നത്. അത് തന്നെയുമല്ല, മെഡിക്കലിന് പോയപ്പോഴത്തേന് എക്സ്റേയിൽ ഫൈബ്രോയിഡ് എന്ന് കാണിച്ചു. പിന്നീട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുന്നത്. അത് കിട്ടിയതിന് ശേഷം, അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷം പോകാൻ പറ്റില്ല, മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജൂൺ 1 എന്ന് കാണിക്കുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി അനുഗ്രഹം ലഭിക്കുകയും ചെയ്തതിന് ശേഷമാണ് ജൂൺ 1 എന്ന് അമ്മ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ജൂൺ 1 തന്നെ മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചു. അതും ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ ഡേറ്റ് നമുക്ക് കാണിച്ചു തരികയാണ്. അമ്മ ഇവിടെ വന്നപ്പോഴും അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ദുരന്തം വരാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ് അമ്മ പറഞ്ഞത്. നമ്മുടെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളോട് ഭയപ്പെടാതെ മുൻപോട്ട് തന്നെ എല്ലാം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരുന്നതാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സുസമയ്ക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.